ആഷി ജാസിയെ പറ്റിയിട്ട് ഒരു വ്ളോഗർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം. നമുക്കതൊന്ന് കേൾക്കാം. അടുത്ത കാലത്തൊന്ന് കേരളം കാണാത്ത 2 ഉമ്മാന സ്നേഹികളെ കണ്ടു, അതും വിത്ത് ഓൺലൈൻ. ഒന്ന് കണ്ടു നോക്കിയേ. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥ അവസാനമായിരുന്നൊരാഗ്രഹം, മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. നിങ്ങളെ കിബറോണ്ടും നിങ്ങളെ കുഞ്ചോണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ മരിക്കേണ്ടി വന്നത് മനസ്സിലായ. എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. നീ നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിസ്കരിച്ച പോലെ കാര്യമില്ല. ആദ്യം ആ മനുഷ്യൻ കുണ്ടൻ ഞാനല്ലേ, നിങ്ങൾക്ക് നിങ്ങൾ 2 എണ്ണം വേറെ അവിടെ പിറ്റിട്ടില്ല. അവരെ പോകത്ത് പോയി വിളിക്കാം. കേട്ടോ നിങ്ങളെ, അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മാടെ മോനായിട്ട് അവനക്ക് ജനിക്കണം എന്ന്. ഈ ജന്മത്തില് ഒരു തുള്ളി കഞ്ഞിയുടെ വെള്ളം എടുത്തു കൊടുത്ത ഉപകാരം കൂടി ഇല്ല. എന്നിട്ട് അവൻ അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓൺലൈനിൽ കയറി ഇരുന്നിട്ട് 2 പാടെ ദുആ ചെയ്യാ. കേക്കണം നിങ്ങള്. എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരുപ്പാന്റെ മകനാകണം. ഓൻ്റെ ആ എഴുത്തിരിക്കണ ഉമ്മാനെ സ്നേഹിയായ ചങ്ങായി ഉണ്ടല്ലോ, ഇവന്റെ ഉമ്മാനെ അത്രയും തെറി വിളിച്ചിട്ടും പച്ചക്ക് പലതും ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങള് ഇവന്റെ ഉമ്മാനെ അവൻ പറഞ്ഞിട്ടും അവന്റെ നാക്കൊന്നും പൊന്തിയില്ല. എന്നിട്ട് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കയറി ഇരുന്നിട്ട് ഓല് ഉമ്മാനെ സ്നേഹിക്കുക. അവസ്ഥ ഒന്ന് നോക്കണേ. കണ്ടിട്ട് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, ഒരു ഖുർആൻ ക്ലാസ്സും കൂടി ഉണ്ട്. ലൂത്ത് നബിയുടെ ചരിത്രം കേട്ടോക്കി. പറയുന്ന വ്യക്തി അറിയാമോ? ലൂത്ത് നബിയുടെ കാലഘട്ടത്ത് പിന്നെ ലൂത്ത് നബി പറഞ്ഞു, മീൻസ് ഈ ജനതയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ജനത അതനുസരിക്കാതെ ആയപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളൊരു ചരിത്രം ജാസിക്ക് അറിയാമോ? അപ്പം ഓനിക്കറിയാത്ത കാര്യങ്ങളോ? ഓനിക്കെല്ലാം അറിയാം, പക്ഷെ പുറത്ത് പറയില്ല. പുറത്ത് പറയുന്നത് ഓന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് ആക്കാരം. ഇപ്പൊ 2 പാടെ ഖുർആൻ ക്ലാസ് എടുക്കാൻ ഇറങ്ങിക്കുക. ആരൊക്കെയാണെന്ന് അറിയോ? 1 എക്സ് മുസ്ലിം, 2 സെക്സ് മുസ്ലിം. ഇതാണ് ഇവർ 2 ഈ വിഷയത്തില് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചെറിയ അന്വേഷണം നടത്തുമ്പോൾ ജാസി എന്ന വ്യക്തി ട്രാൻസ് അല്ല എന്നുള്ള ഇൻഫർമേഷൻ ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഇവർക്കൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ആ കാർഡിന് ഇഷ്യൂ ചെയ്തിട്ടില്ല. ജാസിക്ക് അത് അറിയില്ലെന്ന് പറയരുത്. വിദേശത്തൊക്കെ പോകുന്ന ആളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വേണം. അത് അങ്ങനെ പാസ്പോർട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യവുമുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റിലൊന്നും തന്നെ അങ്ങനെ ഒരു സംഗതിയില്ല. അതുകൊണ്ടാണ് ഇവരൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വയലൻ്റ് ആയത്. കാരണം ഇയാൾ ഒരാണ് തന്നെയാണ്. അയാൾ ഒരു രീതിയിലും ട്രാൻസ് അല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ തെളിവാണ് ഈ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അയാൾ ഉണ്ടാക്കിയെടുക്കാത്തതിൻ്റെ കാരണം. ബാക്കി എല്ലാവർക്കും മിക്കവാറും ഓൾമോസ്റ്റ് ഉണ്ട്. 400ഓളം വരുന്ന ആൾക്കാർ ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തെടുത്തിട്ടുണ്ട് ട്രാൻസ് ആണെന്നുള്ളതിൻ്റെ തെളിവായിട്ട്. അതിന് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് അവിടുന്ന് കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ആ കാർഡിന് ഇവർ ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഇനി കൂടെയുള്ള ആൾ ഇത് ഈ പറയുന്ന പുള്ളിയെ വിവാഹവും കഴിച്ചിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയാണെന്നാണ് കേട്ടത്. വിവാഹിതനുമാണ്. വിവാഹം കഴിഞ്ഞ ശേഷം അവർ ഡിവോഴ്സ് ആയ ശേഷമാണ്, ഡിവോഴ്സ് ആകുന്നതിന് മുമ്പാണ് വിദേശത്തേക്ക് പോയത്. വിദേശത്ത് നിന്നാണ് ഇവർക്ക് ഡിവോഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നത്, ഈ ആഷി ജാസി ലെവലിലുള്ള ആൾക്കാർ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്രാൻസ് വിഭാഗത്തിനെ പോലും കളിയാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ജനറ്റിക്കൽ ഡിസോർഡർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ഈ പറയുന്ന ട്രാൻസിൻ്റെ ഒരു ഇത്. അതിൽ ഇക്വൽ കമ്മ്യൂണിറ്റി കയറ്റുന്നു, ഗേ സെക്ഷലൊക്കെ കയറ്റുന്നു, അങ്ങനെ എല്ലാം കൂടെ കയറ്റി ഇവർ തന്നെ ഒരു വലിയ ഇതാക്കി വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിധത്തിൽ ഹോർമോൺ പ്രോബ്ലംസ് ഉള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഹ്യൂജ് ആൾക്കാർ അതിനകത്ത് വന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. ഇതിനകത്ത് മുൻപ് കാലഘട്ടങ്ങൾ, ഇപ്പോൾ 2025 ഈ പോകുന്നത്, ഒരു 2000 കാലഘട്ടം വരെ ഒരു പരിധി വരെ ഇവിടെ ട്രാൻസിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ചിലരൊക്കെ അതിൽ നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് റിനോവേഷൻ ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് ട്രാപ്പിലേക്ക് പെട്ടുപോവുകയാണ്. ഇപ്പം റീസെൻ്റ്ലി സീമ വിനീത് എന്ന് പറയുന്ന ആൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ കാര്യം ഹൈലൈറ്റ് ചെയ്ത് പിന്നീട് അവർ വന്നിട്ടില്ല, അത് അവർ ഒളിച്ചു വെച്ചു. പിന്നീട് അന്വേഷിക്കുമ്പോഴേ ഈ പറയുന്ന ആള് സർജറിയൊക്കെ നടത്തി ഏകദേശം ഓൾമോസ്റ്റ് ഒരു ട്രാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ കാർഡുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പെർഫെക്റ്റ്ലി ഇങ്ങനെ ആകാൻ ഇവർക്ക് കാർഡ് ഉണ്ടായിരിക്കുക നിർബന്ധമാണ്. ജാസിക്കതില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാനുള്ള പെർമിഷൻ കൊടുക്കുകയും ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ വിഭാഗത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയും കൂടിയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം അവർക്ക് കിട്ടേണ്ട സിമ്പതി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള ജന്തുക്കൾ മൂലം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവൻ്റെ കൂടെയുള്ള പയ്യൻ്റെ ഉമ്മായാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ആ ഉമ്മായ വളരെ മോശമായിട്ടാണ് മറ്റേ ആൾ അഡ്രസ്സ് ചെയ്യുന്നതും ചീത്ത വിളിക്കുന്നതും. കുണ്ടൻ എന്നൊക്കെ പറയുമ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ മകനെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അതൊരു ക്രൈമാണ്. ആ ഉമ്മാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇവൻ മേജറായി പോയതാണ്. മൈനർ ആയിരുന്നെങ്കിൽ ഇവളെ അടപടലം കൂട്ടാന്നുള്ള സംഗതി തന്നെ അതിനകത്തുണ്ട്. ഈ രണ്ട് വ്യക്തികളെയും പറ്റി പബ്ലിക്കിൽ പറയേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഈ വ്യക്തി പൂർണ്ണമായും ആണ് തന്നെയാണ്. ഇവർ രണ്ടും ആണുങ്ങളാണ്. അവർ ഗേ സെക്ഷന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ സ്ത്രീ ആയിട്ട് ഇവർ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് അക്സെപ്റ്റൻസ് കൂടുതൽ. മാത്രവുമല്ല ആളുകളുടെ ക്യൂരിയോസിറ്റിയെ വിറ്റ് കാശാക്കിയിട്ടാണ് അവർ യൂട്യൂബ് ചാനലും മറ്റും നടത്തുന്നത്. അതിൽ കൂടുതലുള്ള റവന്യൂ ആണ് അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഫേക്കാണ്, അട്ടർ ഫേക്കാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഈ ലെവലിൽ ഇവൻ ഈ തോന്നിവാസം അത്രയും കാണിക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം. ഇനി ഈ പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവർക്ക് ഇതെങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥയുള്ള, അതായത് ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർക്ക് തന്നെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തവണ്ണം പലരും കമ്മ്യൂണിറ്റിയിൽ ഉള്ള പലരും യൂട്യൂബ് ചാനൽ ഉള്ളവരൊക്കെ തന്നെ അവരുടെ കമൻറ്റ് സെക്ഷൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റീസൺ അതിഭീകരമായ സൈബർ ബുള്ളിയിങ് ആണ്. ഈ സൈബർ ബുള്ളിയിങ് കിട്ടുന്നതിൻ്റെ കാരണം ഇയാളുടെ ഈ ചെയ്ത്ത് തന്നെയാണ് ഒരു ഭാഗം. രണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വേദന തോന്നിയിട്ടുള്ള നാദിറയുടെ കമൻറ്റ് സെക്ഷനിലാണ്. പക്ഷേ ആക്ച്വലി നാദിറ കൃത്യമായി തന്നെ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നാദിറ അങ്ങനെ ആകാൻ നിൽക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല നാദിറയ്ക്ക് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആണുങ്ങളോട് തന്നെയാണ് താല്പര്യം തോന്നുന്നത്. അത് ഒരു കാരണവശാലും മറ്റൊരു ടേമിലല്ല, സെക്ഷൽ ഇതല്ല അവൾ പറയുന്നത്. മാത്രമല്ല കുടുംബത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു മെസ്സേജാണ് നാദിറ മേറിൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അതിനെ പോലും ഇകഴ്ത്തിക്കൊണ്ട് മോശപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർ കമൻ്റ് ഇടുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ കാരണക്കാർ ഈ ജാസി ആൻഡ് ആഷി എന്ന് പറയുന്ന ഇവർ രണ്ടുപേരുമാണ്. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയക്കാർ പ്രൊമോട്ട് ചെയ്യാനും കൂടെ വിളിച്ചെടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുന്നതാണ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ബിക്കോസ് അവർ ഫേക്കാണ്. അവർ രണ്ടുപേരും ജെൻഡറിൽ ഫീമെയിൽ അല്ല, മെയിലാണ്. രണ്ടുപേരും മെയിൽസാണ്. അവർക്ക് ഇഷ്ടം ഇതാണ്. ഇത് ലൂത്ത് നബിയുടെ കാര്യമൊക്കെ മറ്റേ പെണ്ണ് പറയണേ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. വിഷയം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ കൂടുമ്പോൾ ആ തോന്നിവാസങ്ങൾ നിർത്തലാക്കാൻ നടപടികൾ എടുക്കുക എന്നൊരു രീതിയുണ്ട്. അത് പിന്നെ ദൈവത്തിൻ്റെ പുറത്തേക്ക് പഴിചാരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ആ സ്റ്റോറി കേട്ടാൽ ഇപ്പോഴുള്ള കുറേ ട്രാൻസിൻ്റെ കളികളും കൂടെ കണ്ടാൽ ഏകദേശം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട നിലയിലേക്ക് അമേരിക്ക പോലും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം ഇവരിങ്ങനെ ആധിക്യം കൂടുകയാണ്. അങ്ങനെ വരില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 3.5 കോടി ജനം, അതിനകത്തുനിന്ന് നിന്ന് അത്രയും ആൾക്കാരിന്ന് 1300 പേരാണ് ആകെ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ, അത്രയേ ഉള്ളൂ. മാക്സിമം ആക്ടിങ് മുതൽ വന്നാൽ പോലും 4000. ബട്ട് ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പെണ്ണാണാകുന്ന വളരെ കുറവാണ്. എന്താണ് അങ്ങനെ? ആണുങ്ങൾ പെണ്ണാകുന്നതാണ് കൂടുതൽ. അതെന്താ? ഇത് രണ്ടും വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതായത് ഈ ഇൻബാലൻസ് രണ്ട് സൈഡിലും വരാം. പക്ഷെ കൂടുതൽ എന്താണ്? ആണുങ്ങൾ പെണ്ണാകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ആകുന്ന രീതിയും കൂടെ ശ്രദ്ധിച്ചോണം. പെണ്ണുങ്ങളെ ഏറ്റവും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ്, അതിൻ്റെ മേക്കപ്പ്, അത്രയും രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും ഓവറായിട്ട് കാണിക്കുന്നത്, ഈ കൊട്ടിപ്പാട്ട്, ഒരുമാതിരി അശ്ലീല ചുവയുള്ള സംസാരം, സ്ത്രൈണതയുടെ എക്സ്ട്രീം ലെവൽ കാണിക്കുക. ഇത് എന്താണെന്നറിയാമോ? റിയാലിറ്റിക്കും റീലിനും ഇടയിലുള്ള ഭീകര സത്യമാണ് നിങ്ങളാ കാണുന്നത്. നമ്മൾ കാണുന്ന, നമുക്ക് അറിയുന്ന, നമ്മൾ ഏറ്റവും അടുത്തറിയുന്ന ട്രാൻസുകളെ ഉള്ളവർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടും. അവർ കാം ആൻഡ് ക്വയറ്റായിരിക്കും, ഇങ്ങനെ അഗ്രസീവ് ആവില്ല. അവർക്ക് ഭയങ്കര ഷൈ ടൈപ്പ് ആയിരിക്കും. അവരെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അത്തരക്കാർ വളരെ കുറവാണ് ഇവർക്കിടയിൽ. ഇത്രയും അഗ്രഷൻ കാണിക്കുകയും ഈ കൊട്ടിപ്പാട്ടും ഇതേപോലെ റോങ് ആയി വൃത്തികെട്ട രീതിയിൽ പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ആക്രമിക്കുന്ന രീതിയിലും മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കുന്ന രീതിയിലും ഇവർ പെരുമാറുന്നുണ്ടെങ്കിൽ 100% ഇവറ്റകൾ
ഫേക്കാണ്. അതാണ് എനിക്ക് മനസ്സിലായിട്ട്. ജാസിയുടെ വിഷയം മലപ്പുറത്തുള്ള ടീമുകളോട് അന്വേഷിച്ച ശേഷമാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ ഓൾറെഡി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ആ പയ്യൻ്റെ ജീവിതവും കൂടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ രണ്ടുപേരും, മറ്റവൻ പേടിച്ചിട്ടാണുള്ളത്, കാരണം ജോലി ചെയ്യാൻ വയ്യ, ഇവനാകുമ്പോൾ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ. ഈ ഒരു വ്യൂവും ഇപ്പോൾ രേണു സുധിയെ പോലുള്ള ഒരു ലൈനാണ് ഇവർ രണ്ടുപേരും പ്രയോഗിക്കുന്നത്. ഇത്രയും വ്യൂ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ വ്യൂവിൽ കൂടെ ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. അത് യൂട്യൂബ് ത്രൂ ആയാലും ഇൻ്റർവ്യൂ ത്രൂ ആയാലും അവർക്ക് കിട്ടും. ആൻഡ് അഗ്രഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്, 100% അത് ആണ് തന്നെയാണ്. മാത്രവുമല്ല, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതിൽ പ്രത്യേകിച്ച് ട്രാൻസിലുള്ളവർ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒക്കെ ട്രാൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവരിങ്ങനെ ഇത്രയും അഗ്രസീവ് അല്ല എന്നുള്ളതാണ് വസ്തുത. പൂർണ്ണമായും ഇവൻ നാട്ടുകാരെ പറ്റിക്കുന്നതാണ്. നാട്ടുകാരെ മാത്രവുമല്ല, അവൻ്റെ ചുറ്റുമുള്ള ആ പയ്യനെയും ആ പയ്യൻ്റെ ഉമ്മായെയും ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ആരെങ്കിലും നോക്കി കണ്ടിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ആ ഉമ്മ പരാതിയുമായി മുൻപോട്ട് പോവുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഏജ് ലെവലിൽ വെച്ചിട്ട് ഇതിനകത്ത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവൻ്റെ പഴയ വീഡിയോ നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അവനെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ചിലപ്പോൾ സാധിക്കും. ഹേബിയസ് കോർപ്പസ് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ഹാജരാക്കും, അവിടെ വെച്ച് കാര്യം പറയാം. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, ഇവൻ അവൻ്റെ ഒപ്പം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ മാക്സിമം യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയം ഒന്നും കൂടെ ആധികാരികമായി അന്വേഷിച്ച ശേഷം വൈറലായി തന്നെ വീഡിയോ ചെയ്യണം. മറ്റുള്ളവരുടെ കാര്യമല്ല, ചിലരെ ഇങ്ങനെ തന്നെ പുറത്ത് കാണിക്കാൻ പറ്റും. അതൊരു സപ്പോർട്ടാണ്, സൊസൈറ്റിക്ക് ഒരു ഹെൽപ്പാണ്, കൂടെ ട്രാൻസ് വിഭാഗത്തിനും അതൊരു സപ്പോർട്ടായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ ഡീറ്റെയിലിംഗ് ആയി, അതായത് ഇയാളുടെ ഫാമിലി ലൈഫോ ഫാമിലിയിലുള്ള ആ ഒരു വിഷയമോ അറിയണമെന്നോ മറ്റോ താല്പര്യമുണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. എനിക്കും അത് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. കമൻറ്റ് ചെയ്യുക. താങ്ക് യു.